ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് 2026 PSC പരീക്ഷകളിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, അനുകൂലമാവുക. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അനുകൂലമാവുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി, അനാസ്ഥ. ശരിയായ പദം അനാസ്ഥ. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി, സ്വാ പ്ലസ് അധീനം. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. സ്വാ പ്ലസ് അധീനം. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ ഡി, തരുണി. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം തരുണി. തത്തയുടെ പര്യായ പദം അല്ലാത്തതേത്? ഓപ്ഷൻ എ, പരഭൃതം. തത്തയുടെ പര്യായ പദം അല്ലാത്തത് പരഭൃതം. തത്തയുടെ പര്യായ പദങ്ങളാണ് കീരം, ശുകം, ശാരിക. അതും കൂടെ ഓർത്ത് വെച്ചോണേ. തത്തയുടെ പര്യായ പദങ്ങൾ കീരം, ശുകം, ശാരിക. ഐഹികം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി, പാരത്രികം. ഐഹികം എന്നതിൻ്റെ വിപരീത പദം പാരത്രികം. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. ഓപ്ഷൻ എ, അത്യാപത്ത്. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. അത്യാപത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി, നടികൾ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നടികൾ. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ സി, സഹർഷം. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം സഹർഷം. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി, തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. ശരിയായ വാക്യം, തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. പദം ഏത്? ഓപ്ഷൻ എ, ഐകമത്യം. ശരിയായ പദം ഐകമത്യം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം. ഓപ്ഷൻ ബി, ഒരു വിഹഗ വീക്ഷണം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം ഒരു വിഹഗ വീക്ഷണം. ചേർത്തെഴുതുക. എൻ പ്ലസ് കിൽ. ഓപ്ഷൻ എ, എങ്കിൽ. ചേർത്തെഴുതുക. എൻ പ്ലസ് കില്ല്, എങ്കിൽ. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ബി, വൈദ്യർ. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏത്? വൈദ്യർ. നദി എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി, തടിനി. നദി എന്നർത്ഥം വരുന്ന പദം തടിനി. ഖണ്ഡനം വിപരീത പദം എഴുതുക. ഓപ്ഷൻ ബി, മണ്ഡനം. ഖണ്ഡനം വിപരീത പദം മണ്ഡനം.
രണ്ട് തലയും കൊളുത്തുക ഈ ശൈലിയുടെ അർത്ഥം ഏത്? ഓപ്ഷൻ ഡി ഏഷണി പറയുക. രണ്ട് തലയും കൊളുത്തുക ഈ ശൈലിയുടെ അർത്ഥം ഏതാണ്? ഏഷണി പറയുക. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി രാമനും രാജനും തമ്മിൽ കലഹം ഉണ്ടാക്കുന്നു. ശരിയായ വാക്യം ഏത്? രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ എ അമൂല്യം. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം അമൂല്യം. സ്ത്രീലിംഗ ശബ്ദം ഏത്? ഓപ്ഷൻ സി രാജ്ഞി. സ്ത്രീലിംഗ ശബ്ദം രാജ്ഞി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വിഡ്ഢിത്തം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം വിഡ്ഢിത്തം. വില്ല് എന്ന് അർത്ഥം വരാത്ത പദം. ഓപ്ഷൻ സി അമ്പ്. വില്ല് എന്നർത്ഥം വരാത്ത പദം അമ്പ്. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി കൃപണൻ. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമായി വരുന്ന പദം കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ പെരും പ്ലസ് പറ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. പെരും പ്ലസ് പറ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം. ഓപ്ഷൻ സി കർത്തൃ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃ. ഓർത്തു വെച്ചോണേ, ഈ താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം ആ താവ് മാറ്റി അവിടെ ത്രീ എന്ന് എഴുതിയാൽ മതി. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് താവ് മാറ്റി അവിടെ ത്രീ എന്ന് എഴുതിയാൽ മതി. ഇതൊരു 95% വാക്കുകളുടെയും ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. മുഴുവനാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വാക്കുകളിലും ഈ താവിൽ അവസാനിക്കുന്ന വാക്കുകളുടെ സ്ത്രീലിംഗം എന്ന് പറയുമ്പം അവിടെ താവ് മാറ്റി ത്രീ ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കർത്താവ് താവിലാണ് അവസാനിക്കുന്നത്. അപ്പം അതിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ആ താവ് അവിടെ മാറ്റി ത്രീ എന്ന് എഴുതി. അത്രേ ഉള്ളൂ. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഏകദേശം ഒരു 95% വാക്കുകളും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് താവ് മാറ്റി അവിടെ ത്രീ എന്ന് എഴുതിയാൽ മതി. അപ്പം താവ് മാറ്റി ത്രീ എഴുതി. കർത്താവ് കർത്തൃയായി. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി മിടുക്കർ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ എ അഞ്ചോ ആറോ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. അഞ്ചോ ആറോ. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? ഓപ്ഷൻ ഡി സന്തോഷിപ്പിക്കുക. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം സന്തോഷിപ്പിക്കുക. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് ഗതി മുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി സ്നുഷ. പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉന്മൂലനം ചെയ്യുക. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉന്മൂലനം ചെയ്യുക. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജലകണം. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ജലകണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഭീഷ്മർ.
ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മർ. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ ബി അനാച്ഛാദനം. താഴെ പറയുന്നതിൽ ശരിയായ രൂപം അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ സി പുള്ളിയൻ. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി പരാശ്രയം. സ്വാശ്രയം എന്ന പദത്തിൻ്റെ വിപരീത പദം പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ ബി അഗ്നിയെ സംബന്ധിച്ചത്. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി വിൻ പ്ലസ് സ്ഥലം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. വിൻ പ്ലസ് സ്ഥലം. ശേനം ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ ബി പരുന്ത്. ശേനം ശശാദം എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? പരുന്ത്. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ദൗഹിത്രൻ. മകളുടെ മകൻ ഒറ്റപ്പദം ദൗഹിത്രൻ. ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വൃഷ്ടി. ശരിയായ പദം വൃഷ്ടി. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ ബി വിവൃതം. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഓപ്ഷൻ സി ലേഖകൻ ലേഖക. താഴെ പറയുന്നതിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ലേഖകൻ ലേഖക. ലേഖകൻ ലേഖികയാണ് വരേണ്ടത്. ഓർത്തു വെച്ചോണം. ലേഖകൻ ലേഖിക. മിക്കപ്പോഴും ചോദിക്കാറുണ്ട് PSC പരീക്ഷകളിൽ. അപ്പം ലേഖകൻ ലേഖിക വരും. ഓക്കെ. ഇതിലെ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡികളാണ് വിദ്വാൻ വിദുഷി, പത്നി പതി, മകൻ മകൾ. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡികൾ വിദ്വാൻ വിദുഷി, പത്നി പതി, മകൻ മകൾ. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ. ഓപ്ഷൻ ബി അയാൾ. ആ പ്ലസ് ആൾ അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ആൺമക്കൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ആൺമക്കൾ. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഗാത്രം മേനി, കായം വപുസ്. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഗാത്രം മേനി, കായം വപുസ്. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അത്യധികം വിഷമിക്കുക. പിരിച്ചെഴുതുക. അത്യന്തം. ഓപ്ഷൻ സി അതി പ്ലസ് അന്തം. അത്യന്തം, അതി പ്ലസ് അന്തം. പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ ബി ആമുഖം. പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ആമുഖം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഊർധ്വശ്വാസം.
ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം ഊർധ്വശ്വാസം. വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജിമ ഏത്? ഓപ്ഷൻ സി നിഷ്ഫലയത്നം. വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജിമ നിഷ്ഫലയത്നം. നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? കാമം ഇല്ലാത്തത്. നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് കാമം ഇല്ലാത്തത്. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ബി ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. ശരിയായ വാക്യം ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തതേത്? ഓപ്ഷൻ എ പത്രി. പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് പത്രി. പർവ്വതത്തിൻ്റെ പര്യായങ്ങളാണ് അദ്രി, ശൈലം, അചലം. അതും കൂടെ ഓർത്ത് വെച്ചോണേ. പർവ്വതത്തിൻ്റെ പര്യായങ്ങൾ അദ്രി, അചലം, ശൈലം. ആട് അറിയുമോ അങ്ങാടി വാണിഭം. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഓപ്ഷൻ സി മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ആട് അറിയുമോ അങ്ങാടി വാണിഭം. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താണ്? മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ സി ഉത്ത് പ്ലസ് നിദ്രം. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്ത് പ്ലസ് നിദ്രം. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ എ രക്ഷാകർत्री. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? രക്ഷാകർत्री. ഇതോർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദമാണെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം ആ താവ് മാറ്റി അവിടെ ത്രീ ആക്കിയാൽ മതി. ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം ഒരു 99% ഇതിങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. അതായത് ഇവിടെ നോക്കിക്കേ, രക്ഷാകർത്താവ് താവിൽ അവസാനിക്കുവാണെങ്കിൽ ആ താവിൽ അവസാനിക്കുന്ന പുല്ലിംഗമാണെങ്കിൽ അവിടെ ആ താവ് മാറ്റിയിട്ട് ത്രീ എന്നെഴുതിയാൽ മതി. അപ്പോൾ അത് സ്ത്രീലിംഗം കിട്ടും. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം താവ് മാറ്റി അവിടെ ത്രീ എന്നെഴുതുക. അപ്പോൾ ഇവിടെ രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? താവ് മാറ്റി ത്രീ ആക്കി. അപ്പോൾ രക്ഷാകർत्री എന്ന് വരും. ഇങ്ങനെയാണ് ഏകദേശം എല്ലാം തന്നെ കേട്ടോ. ഒരു 99% ഇങ്ങനെ തന്നെ വരുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനം അല്ലാത്തതേത്? ഓപ്ഷൻ സി ഭാഗവതർ. ബഹുവചനമല്ലാത്തത് ഭാഗവതർ. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? ഓപ്ഷൻ ഡി പ്രതിഗ്രാഹിക. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി പ്രതിഗ്രാഹിക. മെറ്റമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ? ഓപ്ഷൻ സി രൂപാന്തരീകരണം. മെറ്റമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ രൂപാന്തരീകരണം. അഹോരാത്രം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി അഹസ് പ്ലസ് രാത്രം. അഹോരാത്രം പിരിച്ചെഴുതുക. അഹസ് പ്ലസ് രാത്രം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി വൈശിഷ്ട്യം. ശരിയായ പദം വൈശിഷ്ട്യം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം? ഓപ്ഷൻ ഡി ദുർഗ്രഹം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം ദുർഗ്രഹം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം?
ഓപ്ഷൻ ബി വാസ്തവം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം. മിടുക്കർ എന്നത് ഏതു ബഹുവചനമാണ്? അലിംഗ ബഹുവചനം. ബുദ്ധി എന്ന വാക്കിന് പര്യായപദം അല്ലാത്തതേത്? ഓപ്ഷൻ ബി വീക്രി. ബുദ്ധി എന്ന വാക്കിന് പര്യായപദം അല്ലാത്തതേതാണ്? വ്രീക്രി. ബുദ്ധി എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് ധിഷണ, മനീഷ, പ്രജ്ഞ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ബുദ്ധി എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ ധിഷണ, മനീഷ, പ്രജ്ഞ. കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? ഓപ്ഷൻ സി കിട്ടാതെയായി. കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? കിട്ടാതെയായി. പുല്ലിംഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി സൂര്യൻ. പുല്ലിംഗം അല്ലാത്തത് സൂര്യൻ. ശൈലി കണ്ടെത്തുക. ഓപ്ഷൻ ബി സ്വർഗത്തിലെ കട്ടുറുമ്പ്. ശൈലി കണ്ടെത്തുക. ഏതാണ്? സ്വർഗത്തിലെ കട്ടുറുമ്പ്. പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം ഏത്? ഓപ്ഷൻ സി സാത്വി. പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം സാത്വി. ഏറ്റവും ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. ഏറ്റവും ശരിയായ വാക്യം ഏത്? തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. He came to me and assured me to repay his debt within a week. ഏറ്റവും ഉചിതമായ തർജ്ജിമ ഏത്? ഓപ്ഷൻ സി അവൻ വന്ന് ഒരാഴ്ചയ്ക്കകം കടം വീട്ടാം എന്ന് വാക്ക് തന്നു. He came to me and assured me to repay his debt within a week. ഏറ്റവും ഉചിതമായ തർജ്ജിമ അവൻ വന്ന് ഒരാഴ്ചയ്ക്കകം കടം വീട്ടാമെന്ന് വാക്ക് തന്നു. വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി രാജതം. വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം രാജതം. പേര് എന്ന പദത്തിൻ്റെ പര്യായമായി വരാത്തത് ഏത്? ഓപ്ഷൻ എ നാമാങ്കം. പേര് എന്ന പദത്തിൻ്റെ പര്യായമായി വരാത്തത് ഏതാണ്? നാമാങ്കം. പേര് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് അഭിധാനം, നാമധേയം, ആഖ്യ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. പേര് എന്ന പദത്തിൻ്റെ പര്യായങ്ങൾ അഭിധാനം, നാമധേയം, ആഖ്യ. ആമ്പൽ എന്ന പദത്തിൻ്റെ സമാന അർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ കൈരവം, കുവലയം. ആമ്പൽ എന്ന പദത്തിൻ്റെ സമാന അർത്ഥമുള്ള ജോഡി കൈരവം, കുവലയം. മക്കത്തായം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി മക്കൾ പ്ലസ് തായം. മക്കത്തായം പിരിച്ചെഴുതുക. മക്കൾ പ്ലസ് തായം. ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ശരിയായവ ഓപ്ഷൻ ഡി 3, 4 ആണ്. പ്രഭു, പ്രഭുവി, തരുണൻ, തരുണി. ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. പ്രഭു, പ്രഭുവി, തരുണൻ, തരുണി. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. 2, 4 തെറ്റാണേ. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ശരിയായവ പ്രത്യേകം പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായവ 1ഉം 3ഉം ആണ്. ശരിയായവയൊന്ന് പറയാം. നെന്മണി, നെല്ല് പ്ലസ് മണി. വിദ്യുത് ശക്തി, വിദ്യുത് പ്ലസ് ശക്തി. അപ്പോൾ ശരിയായ ജോഡികൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ശരിയായവ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരി. ശരിയായ ജോഡികൾ ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ. കഥാരൂപം, കഥയുടെ രൂപം. ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ, കഥാരൂപം, കഥയുടെ രൂപം. ഓക്കെ.
അപ്പം നാളെ എക്സാം എഴുതുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്